ഗായ്സ് വെൽക്കം ടു സൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കറൻ്റ് 101ൻ്റെയും 109ൻ്റെ ഇടയിൽ കൺസൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ച തന്നെ റോസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കോയിൻ ബേസിൻ്റെ ചെയർമാൻ എന്തുകൊണ്ട് ബിറ്റ് കോയിൻ റിസർവിൻ്റെ സാധ്യതകളെക്കുറിച്ചും കൂടുതൽ സംസാരിക്കും. നമുക്ക് ഏത് നിമിഷവും നമ്മൾ ആ ന്യൂസ് എക്സ്പെക്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനൊരു വാക്ക് ആരുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ട്രംപ് ബിഫോർ ഇലക്ഷന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല, ഒന്നും കാണാണ്ട് അങ്ങനത്തെ ഒരു വാക്ക് പറയില്ല. മാത്രമല്ല ഇന്നലെ ഒരു ന്യൂസ് ട്രംപിൻ്റെ മകൻ അതിൻ്റെ ഒരു ബിറ്റ് കോയിൻ റിസർവിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് റീട്വീറ്റ് ചെയ്യുകയും പിന്നീട് ഡിലീറ്റ് ആക്കുകയും ചെയ്യപ്പെട്ടിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ അണിയർ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ ആ സൈഡിൽ മാറ്റിവെച്ചാൽ ഇനി ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ BTCൻ്റെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് കഴിഞ്ഞ കുറേ നാളായിട്ടൊരു 5 വീക്ക് ഉണ്ടായ ഫസ്റ്റ് കറക്ഷൻസ് ഓവറായി എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി പുതിയൊരു ഫേസിലേക്ക് പോകുന്നു. സെക്കൻഡ് കറക്ഷൻ ഉണ്ടാവും, മേ ബി തേർഡ് കറക്ഷൻ ഉണ്ടാവും. നമ്മൾ ഒരു മെയിൻ സാധ്യത നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു സാധ്യത നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സജീവമായവർ എന്തായാലും ഏതെങ്കിലും ഒരു കോയിൻ വാങ്ങിയിട്ടുണ്ടാവും. നമുക്ക് എല്ലാ കോയിനും വാങ്ങാൻ പറ്റും എന്നുള്ള ധാരണ ഒന്നും വേണ്ട. എല്ലാ ബുൾ മാർക്കറ്റിലും എല്ലാ കോയിനും പിടിക്കണമെന്നില്ല. നമുക്ക് അതിനെല്ലാവർക്കും സാധിക്കണമെന്നില്ല. നമുക്ക് ചില കോയിൻ മിസ്സാവും. ഇത് കംപ്ലീറ്റ്ലി നോർമലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈ 101നും 109ൻ്റെ ഇടയിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് നമ്മുടെ പല ഓൾ ടൈം ഹൈ അടിച്ച പല ആൾട്ട് കോയിനും സ്റ്റിൽ ബൈയിങ് റേഞ്ചിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഇടയിൽ വീണ്ടും ഒരു ചോദ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ ആൾട്ട് സീസൺ ഉണ്ടാവുമോ ഇപ്രാവശ്യം? ആൾട്ട് സീസൺ ഉണ്ടാവില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പലരുടെ കമൻറ്റ് കാണുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് 415 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലേക്ക് നമ്മുടെ ക്രിപ്റ്റോയിലേക്ക് വന്നത്. നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു 3 മാസം മുമ്പ് ഡോജ് കോയിന് 0.09 ഉണ്ടായതെടുത്താണ് ഡോജ് കോയിന് 0.37 അങ്ങനെ ചില കോയിൻസ് എക്സ്പൊണൻഷ്യലായി ഗ്രോത്ത് വന്നിട്ടുണ്ട്. ചിലയിലേക്ക് ഫണ്ട് വരാൻ ടൈം എടുക്കുന്നതാണ്. കറൻ്റ്ലി എല്ലാ പ്രാവശ്യവും ആൾട്ട് സീസൺ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യവും അത് ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണ ഒന്നും വേണ്ട. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ ഒറ്റൊരു ഉദാഹരണമേ ഉള്ളൂ. 69K നമ്മൾ 6 മാസം 60Kയിൽ നിന്നപ്പോൾ നമ്മളിടയിൽ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് 100K ഉണ്ടാവുമോ, അതൊരു വെറും ഒരു തോന്നലല്ലേ എന്ന് നമുക്ക് തോന്നിയെടുത്താണ് നമ്മൾ 100K കണ്ടത്. അപ്പോൾ ആൾട്ട് സീസണും എന്തുകൊണ്ടും വെയിൽസിന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനും അത് വെച്ചിട്ട് ആൾക്കാരെ പൊട്ടനാക്കാനും പറ്റിയ ഏറ്റവും നല്ല സമയം ആൾട്ട് സീസണാണ്. ഒരുപാട് ന്യൂബീസിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് വെയിൽസ് അതിനുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ആൾട്ടിലേക്ക് മണി ഒഴുക്കി ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലൊരു വീഡിയോ ഇട്ട പോലെ ആദ്യം നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന മീം കോയിൻസ് സെറ്റപ്പ് തന്നെ നല്ലോണം മീം കോയിൻസ് കയറുന്ന സമയത്ത് എല്ലാവരെ കൊണ്ട് വാങ്ങിപ്പിക്കും, ഡിപ്പടിപ്പിക്കും. ഇതേ മോഡലുള്ള ഒരു ആൾട്ട് സീസണും സാധ്യതയുണ്ട്. എല്ലാ കോയിൻസും എക്സ്പൊണൻഷ്യലായിട്ട് അപ്പ് ഉണ്ടാവുന്നു, എല്ലാവരും ആവേശമാവുന്നു, ലേറ്റ് ബേയേഴ്സ് വരുന്നു, ലേറ്റ് ബേയേഴ്സ് അങ്ങ് ആവേശത്തിൽ വാങ്ങുന്നു, ഒരു സൈക്കിൾ കഴിയുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റമാറ്റിക്കാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇനി അത്രേ ദിവസങ്ങൾ ബാക്കിയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജൂൺ അല്ലെങ്കിൽ ജൂലൈ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് നമ്മളൊരു വേറൊരു മന്ത് നമ്മൾ എസ്പെഷ്യലി പ്രീമിയം ഗ്രൂപ്പ് പറഞ്ഞ ആ മന്തിലുള്ള ഒരു 20 അല്ലെങ്കിൽ 30% ബുക്കിംഗ് അതെല്ലാം ഇനി വരുന്ന സമയത്തെത്തി. നമ്മളിപ്പോൾ ഈ പറയുന്ന ബുൾ മാർക്കറ്റിൻ്റെ ഏകദേശം പകുതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ 2025 തീരുന്ന സമയത്ത് നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ പീക്കും ബിയർ മാർക്കറ്റിൻ്റെ ലോയും കാണും എന്നുള്ള ബിയർ മാർക്കറ്റിലേക്ക് പോകുന്നതും കാണും എന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബുൾ മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം 70% ആയി എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് അതെങ്ങനെ ശരിയാവും, അതിന് ആൾട്ടൊന്നും കയറാൻ തുടങ്ങിയിട്ടില്ല. ആൾട്ട് കയറി അങ്ങ് പീക്ക് എത്തുമ്പോൾ 100% ആയിട്ട് പിന്നെ ഡൗൺ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പലരും എത്തുക. അപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷൻ, അതായത് ആ ബുൾ മാർക്കറ്റിൻ്റെ അവസാന ടൈം, ആ സമയത്തുള്ള ആ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, ആ ഒരു ഈ പറയുന്ന ഫോമോ ആ ലെവലിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും നമ്മുടെ ഓൾറെഡി സിസ്റ്റമാറ്റിക്കായി ബൈ ചെയ്ത് വെച്ച കോയിൻസ്, സിസ്റ്റമാറ്റിക്കായി ഹോൾഡ് ചെയ്യുന്ന കോയിൻസ് സെൽ ഓഫ് ചെയ്യും, കൂൾ ഓഫ് ചെയ്യേണ്ട പീരീഡ്. അപ്പോൾ നമ്മളിങ്ങനെ ആൾട്ട് സീസൺ എത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ആവും എന്നുള്ള ചിന്തകളൊന്നും നമ്മുടെ ഉള്ളിലേക്ക് വേണ്ടതാണ്. ഈ ഒരു തോട്ടിൽ, അതായത് ട്രംപ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടറൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങളോട് ഇന്നലെ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് 4 ഇയർ ആകുമ്പോൾ BTC ഒരു ഓൾ ടൈം ഹൈ അടിക്കുന്നുണ്ട്. ഈ പറയുന്ന 4 ഇയർ സൈക്കിളിൽ പിന്നെ അടുത്ത കൊല്ലാകുമ്പോൾ ഒരു ബിയർ മാർക്കറ്റിൽ വരുന്നുണ്ട്. അത് ട്രംപ് വന്നാലും ഞാൻ ഇപ്പോൾ ഇന്നലെ ചിന്തിച്ച ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2024 ഈ പറയുന്ന ട്രംപിൻ്റെ നവംബർ 2 ട്രംപ് വന്നിട്ടില്ലെങ്കിലും ഈ സാധാരണഗതിയിൽ ആൾട്ട് ഈ ബിറ്റ് കോയിൻ്റെ ഒരു ബുൾ മാർക്കറ്റ് വരേണ്ടതല്ലേ. അപ്പോൾ എന്തായിരിക്കും അടുത്ത ഒരു റീസൺ കണ്ടെത്തുക? ഓരോന്നിനും ഒരു റീസൺ വെച്ചിട്ട് ആ ഒരു ഹിസ്റ്ററി റിപ്പീറ്റേഷൻ നടത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രംപ് വന്നിട്ടില്ലെങ്കിലും ഹിസ്റ്ററി പ്രകാരം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് 6 മാസം അല്ലെങ്കിൽ 9 മാസം മുമ്പ് തന്നെ പോസ്റ്റ് ഹാൾവിങ്ങിനെ കുറിച്ചിട്ടും പ്രീ ഹാൾവിങ് റാലി, പോസ്റ്റ് ഹാൾവിങ് റീ അക്യുമുലേഷൻ 6 മാസം എല്ലാം സംസാരിക്കും നമ്മളുള്ളിൽ ട്രംപ് ഉണ്ടായിനാ.
ആ സമയം സംസാരിക്കുന്ന സമയത്ത് ട്രംപ് സ്ഥാനാർത്ഥി പോലും ആയിരുന്നില്ല. അപ്പോൾ അത്തരമുള്ളൊരു വിഷയങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അൾട്ടിമേറ്റ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, 4 ഇയർ സൈക്കിൾ ആ ഒരു പാത്ത് വേ തന്നെ പോകുന്നുണ്ട്, ഒരു ഓൾ ടൈം ഹൈ അടിക്കുന്നുണ്ട്. കമ്പൽസറി ആയിട്ട് ഈ വർഷം ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടും കൂടി ആവും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മുടെ ഉള്ളിലേക്ക് നോക്കും. വേറെ എക്സ്റ്റേണൽ ഫാക്ടറൊക്കെ ഷോർട്ട് ടേമിൽ എന്ത് ചെയ്യപ്പെടും, മാർക്കറ്റിനെ ബാധിക്കും. അതിലൊരു കൺഫ്യൂഷനൊന്നും വേണ്ട. ഷോർട്ട് ടേമിന് എല്ലാ ന്യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുക. ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസം മുമ്പ് 69 കെയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ $1 ബിലോ ഉണ്ടായ XRP ഇന്ന് $3. പല കോയിൻസും ഇന്ന് എബോവ് 50% ഗ്രോത്ത് ആയിട്ടുണ്ട്. നമ്മൾ ആ ഷോർട്ട് ടേം ഫ്ലക്ച്വേഷനിൽ നമ്മൾ വഴിതെറ്റി പോയിട്ടുണ്ടോ? കറൻറ്റ്ലി നിങ്ങളൊരു ജൂൺ അല്ലെങ്കിൽ ഒരു ജൂലൈ മിനിമം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആ വൈഡർ പെർസ്പെക്റ്റീവ് ചിന്തിച്ചുകൊണ്ട് മാത്രം മൂവ് ചെയ്യുക. വലിയ ലിവറേജ് ട്രേഡേഴ്സ് ഒരിക്കലും അത് ചെയ്യരുത്. ശരിയാണ്, പക്ഷേ വെയിൽസുകാർ റെഡിയായി നിൽക്കുന്നുണ്ട്. ഒരു നല്ല ഡേ വരുന്ന സമയത്ത് ഇതേപോലെ ഒരു റീട്രേസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ 10K വ്യത്യാസം ഇന്നലെ മിന്നാന്നുണ്ടായത് 109K 101Kയിലേക്ക്. അത്രയും വേരിയേഷൻസ് BTCയിൽ തന്നെ ഉണ്ടാകുന്ന സമയത്ത് ആൾട്ടിനും ആ വേരിയേഷൻസ് നല്ലോണം ബാധിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഹെവി ലിവറേജ് വളരെയധികം ശ്രദ്ധിച്ചിടണം. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. ഓക്കെ, ബൈ.